നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE ക്ലാസ് 4th 2025 എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് വീഡിയോയിൽ 1 മുതൽ 3 വരെയുള്ള പേജ് നമ്പറിൻ്റെ നോട്ട്സാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പറയുന്നത് 4 മുതലുള്ള പേജാണ്. അപ്പോൾ 4ാമത്തെ പേജിൽ റോമെട്രി 6 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അടുത്ത് ബാക്കി 7 വായിക്കാം. രേഖാങ്കിത ശബ്ദോക്കെ ബഹുവചൻ രൂപസെ പൂരാ കീജിയെ. ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, 8 എണ്ണം. ഇതിൽ നിന്ന് 4 എണ്ണമാണ് എക്സാമിന് വരുന്നത്. ഇതിൽ ഡാഷ് കൊടുത്തിരിക്കുന്ന ആ വാക്കിൻ്റെ ബഹുവചനമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലഡിക്കി നാച്ച് രഹീഹെ, പെൺകുട്ടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലഡിക്കിയുടെ ബഹുവചനമാണ് ലഡിക്കിയാം ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ലഡിക്കി നാച്ച് രഹീഹെ, അടുത്ത ആൻസർ ലഡിക്കിയാം. അപ്പോൾ ലഡിക്കിയിലെ ബഹുവചനമാണ് ലഡിക്കിയാം. ലഡിക്കിയാം എഴുതുമ്പോൾ വള്ളി ഇടത് വേണം, യാമാണ് ചന്ദ്രക്കലയും കുത്തുവാണ് വരുന്നത്, അംചിഹ്നമാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചെഴുതുക കേട്ടോ. അപ്പോൾ പേട് പർ ചിടിയാഹെ, മരക്കൊമ്പിൽ ആരുണ്ട്? പക്ഷിയുണ്ട്. അപ്പോൾ ചിടിയുടെ ബഹുവചനമാണ് ചിടിയാം. ചിടിയാം എഴുതുമ്പോഴും 2 ഈയും ഇടതാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. അടുത്ത ബച്ച രോത്താഹെ, കുട്ടി ഉറങ്ങുന്നു. അല്ല, രോത്താഹെ കരയുന്നു, കുട്ടി കരയുന്നു. അപ്പോൾ ഡേഷ് രോത്തേഹെ, ബച്ചയുടെ ബഹുവചനമാണ് ബച്ചെ. അടുത്ത 4ാമത്തത് വഹ് മേരി സഹേലി ഹെ, അതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സഹേലിയുടെ ബഹുവചനമാണ് സഹേലിയ. അപ്പോൾ വഹ എന്തായി മാറും? വേ ആയിട്ട് മാറും. 4th ആണ് വായിക്കുന്നത്. വേ സഹേലിയ ഹൈ. ബൂട്ട ഖാത്ത ഹെ, വൃത്തൻ കഴിക്കുന്നു. അപ്പോൾ ബൂട്ടയുടെ ബഹുവചനമാണ് ബൂട്ടേ. റീന മാല പഹൻ രഹി ഹെ, റീന മാല ധരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ റീന മാല എന്നുള്ളത് മാലായെ, അതിൻ്റെ ബഹുവചനം മാലായെ. റീന മാലായെ പഹൻ രഹി ഹൈ. ഔരത്ത് കാം കർത്തി ഹെ, സ്ത്രീ ജോലി ചെയ്യുന്നു. അപ്പോൾ ഔരത്തിൻ്റെ ബഹുവചനമാണ് ഔരത്തെ. ഔരത്തെയും കാം കർത്തി ഹൈ. യഹ് മേരി ബഹൻ ഹെ, ഇതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ യഹിൻ്റെ ബഹുവചനമാണ് യെ, ബഹൻ്റെ ബഹുവചനമാണ് ബഹനെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ അത്. അടുത്ത 8ാമത്തത് രേഖാങ്കിത ശബ്ദക്ക് സ്ത്രീലിംഗ ശബ്ദസെ പൂരാ കീജിയെ. അപ്പോൾ ആ ഡേഷ് കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലടുക്കയുടെ സ്ത്രീലിംഗമാണ് ലടുക്കിയായിട്ട് വരുന്നത്. അപ്പോൾ ലടുക്ക ഖേൽത്താഹെ, കുട്ടി കളിക്കുന്നു. ലടുക്കി ഖേൽത്തിഹെ, പെൺകുട്ടി കളിക്കുന്നു. അപ്പോൾ ലടുക്ക വന്നപ്പോൾ ഖേൽത്താഹെ വന്നു സെൻറ്റൻസിൽ. അത് ലടുക്കിയായപ്പോൾ ഖേൽത്താഹെ എന്നുള്ള എന്തായി മാറി? ഖേൽത്തിഹെ ആയിട്ട് മാറി. ബച്ച ഖേൽത്താഹെ, ബച്ചി ഖേൽത്തിഹെ. പിതാജി ചായ് പീത്തെ ഹെ, അച്ഛൻ ചായ കുടിക്കുന്നു. അപ്പോൾ പിതാജിയുടെ ബഹുവചനമാണ് മാതാജി. മാതാജി ചായ് പീത്തി ഹെ. ഛാത്ര ലിഖ്താ ഹെ, കുട്ടി എഴുതുന്നു. അപ്പോൾ ഛാത്രയുടെ സ്ത്രീലിംഗമാണ് ഛാത്ര. ഛാത്ര ലിഖ്തി ഹെ, എഴുതുന്നു. ഘോഡ ദൗഡ്താ ഹെ, കുതിര ഓടുന്നു. അപ്പോൾ ഘോഡയുടെ ബഹുവചനമാണ് ഘോടി. ദാദ ചൽത്താ ഹെ, ദാദയുടെ ബഹുവചനമാണ് ദാദി. അപ്പോൾ ദാദ ചൽത്താ ഹെ, ദാദി ചൽത്തി ഹെ. രാജ മേര ഭായി ഹെ, രാജ എൻ്റെ ബ്രദറാണ്. റാണി റീന മേരി ബഹൻ ഹെ, റീന മേരി ബഹൻ ഹെ, റീനയാണ് എൻ്റെ സഹോദരി. ബച്ച ഹസ്താ ഹെ, കുട്ടി ചിരിക്കുന്നു. ബച്ചയുടെ സ്ത്രീലിംഗമാണ് ബച്ചി. ബച്ചി ഹസ്തി ഹെ. ഓക്കെ, അപ്പോൾ അത് ബുക്കിൽ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അടുത്ത് വരുന്ന പേജ് നമ്പർ 5 ആണ്. രേഖാങ്കിത ശബ്ദಕ್ಕೆ വിലോം രൂപസെ പൂരാ കീജിയെ, വിലോം ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹം പരതന്ത്ര നഹി ഹെ, അപ്പോൾ പരതന്ത്രിൻ്റെ ഓപ്പോസിറ്റാണ് സ്വതന്ത്ര. രാജ് മോട്ടാ ഹെ, മോട്ടയുടെ ബഹുവചനമാണ് പത്തല. പരതന്ത്ര സ്വാതന്ത്ര്യമില്ലാത്തത്, സ്വാതന്ത്ര്യം എന്നാണ് സ്വാതന്ത്ര്യമുള്ളത്. അപ്പോൾ രാജ് വണ്ണമുള്ള കുട്ടിയാണ്. രമേശ് പത്തല ഹെ, രമേശ് എന്താണ്? മെലിഞ്ഞതാണ്. അപ്പോൾ പത്തല മെലിഞ്ഞത്. മോഹൻ മേഹനത്തി ഹെ, മോഹൻ നല്ല അധ്വാനിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ആലസി. രമേശ് ആലസി ഹെ, രമേശ് മടിയനാണ്. ഹമേഷ സച്ച് ബോലോ ചൂട്ട് നഹി, ഇപ്പോൾ സച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ചൂട്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സത്യം പറയുക, കള്ളം പറയരുത്. ആം മീട്ടാ ഹെ, മാങ്ങ മധുരമുള്ളതാണ്. കരയില കടുവ ഹെ, പാവയ്ക്ക കയ്പാണ്. അപ്പോൾ മീട്ടയുടെ ഓപ്പോസിറ്റാണ് കടുവ. കർക്കെ ആസ്പാസ് സാഫ് രക്കോ, വീടും പരിസരമൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ സാഫിൻ്റെ ഓപ്പോസിറ്റാണ് ഗന്ധ. രാഹുൽ ചതുർ ഹെ, രവി മൂർഖ് ഹെ, രാഹുൽ സമർത്ഥനാണ്, രവി മൂർഖനാണ്, വിഡ്ഢിയാണ്. ഗാന്ധിജി ജീവൻ മേ അഹിംസ കാ പാലൻ കർത്തേ തെ, ഗാന്ധിജി ജീവിതത്തിൽ അഹിംസ പാലിച്ചിരുന്നു. ഹിംസ കാ നഹി, ഹിംസയുടെ അല്ല. ഓക്കെ, അടുത്ത് വരുന്നത് അക്ഷരോമേ ലിഖിയാണ്. ഇവിടെ 1 2 3 50 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കും കേട്ടോ. 1 2 3 4 5 6 7 8 9 10. 10 വരെയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ 11 മുതൽ പഠിക്കാം. 11 12 13 14 15 16 17 18 19 20. ഇനി വരുന്ന എല്ലാം ബീസ് ചേർത്താണ് പറയാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ 21 ആണെങ്കിൽ 21 22 23 എന്ന് പറയില്ല. അതുപോലെ 21 22 23 24 എല്ലാം ബീസ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. 26 27 28 29 30. ഓക്കെ. അപ്പോൾ എല്ലാത്തിനും വരുന്ന അക്ഷരം എന്താണ്? ഈയും ബായും തായും ചായും പായും ചായയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ ബീസ് ആണെങ്കിൽ ബീസ് ചേർക്കുക, തീസ് ആണെങ്കിൽ അങ്ങ് തീസ് ചേർക്കുക. കണ്ടോ? 31 32 33 34 35 36 37 38 39 40 എല്ലാത്തിൻ്റെ തീസ് ചേർത്തു. സൈഡിൽ വന്ന വാക്കെന്താണ്? ഈയും ബായും തായക്കല്. അപ്പം അതങ്ങനെ ഓർമ്മിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ 31 32 23 24 25 24 25 27 28 29 30. 28 ഒക്കെ എഴുതുമ്പോഴല്ലോ ഒന്ന് അരിവാട്ടായും ഒന്ന് പൂജ്യണ്ടായാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. അടുത്ത് തീസ്. ഇക്ക് തീസ് ബത്തീസ് ഇത്തയാണ്. ബത്തീസ് 33 34 35 36 37 38 39 40. വീണ്ടും എല്ലാം താലീസ് ചേർത്തുക. അതിൻ്റെ കൂടെ വരുന്നതെല്ലാം ഈയും ബായും തൈയൊക്കെ തന്നെ. അപ്പം 41 42 43 44 45 46 47 48 49 50. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത് വരുന്നത് തും ഓർ ആപ്കാ പ്രയോഗം. തുമ്മും ആപ്പും ചേർത്ത് ഇത് വിധിരൂപമാണ്. അപ്പോൾ തൂ വരുമ്പോൾ ആ പറയുക, തും വരുമ്പോൾ ആവോ, ആപ്പ് വരുമ്പോൾ ആയേ. അങ്ങനെയാണെങ്കിൽ ജാ ജാവോ ജായേ, ഖാ ഖാവോ ഖായേ, പി പിയോ പീജേ ഈ രീതിയിൽ വരും. അപ്പോൾ തൂ വരുമ്പോൾ ആ ചേർത്ത് പറയുക, തും വരുമ്പോൾ ഓ ചേർത്ത് പറയുക, ആപ്പ് വരുമ്പോൾ ഈ ചേർത്ത് പറയുക. അപ്പോൾ ഇവിടെ തും ആവോ നിങ്ങൾ വരുവിൻ. അപ്പോൾ ഇവിടെ തും മാറ്റിയിട്ട് ആപ്പ് ആകുമ്പോൾ എന്ത് വരും? ആപ്പ് ആയേ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് തും ഇതർ മത്ത് ആവോ നിങ്ങൾ ഇവിടെ വരരുത്. ഇതർ എന്ന് വെച്ചാൽ ഇവിടെ, ഉദർ എന്താണ്? അവിടെ, കിതർ എവിടെ. അപ്പം ആപ്പ് ഇതർ മത്ത് ആയേ താങ്കൾ ഇവിടെ വരരുത്. തും ചൂട്ട് മത്ത് ബോലോ നിങ്ങൾ കള്ളം പറയരുത്. ആപ്പ് ചൂട്ട് മത്ത് ബോലിയേ താങ്കൾ കള്ളം പറയരുത്. അടുത്ത് വരുന്നത് തും ജൽദി ഉഠോ നിങ്ങൾ വേഗത്തിൽ എണീക്കൂ. ആപ്പ് ജൽദി ഉഠിയേ താങ്കൾ വേഗത്തിൽ എണീറ്റാലും. തും ഗീത് ഗാവോ നിങ്ങൾ പാട്ട് പാടൂ. ആപ്പ് ഗീത് ഗായേ താങ്കൾ പാട്ട് പാടിയാലും. ഓക്കെ. അടുത്ത് ആപ്പ് കെ ബദലെ തുമ്മ. അപ്പോൾ നേരത്തെ പറഞ്ഞത് തും മാറ്റിയിട്ട് ആപ്പ് ചേർക്കാം. ഇപ്പം വന്നത് ആപ്പ് മാറ്റിയിട്ട് തുമ്മ. ആപ്പ് സോയിയെ താങ്കൾ ഉറങ്ങിയാലും. അപ്പോൾ എന്താ പറയുക? തും സോവോ നിങ്ങൾ ഉറങ്ങും. ആപ്പ് ജായിയെ താങ്കൾ പോയാലും. തും ജാവോ നിങ്ങൾ പോകൂ. ആപ്പ് പുസ്തക് ലീജിയെ താങ്കൾ പുസ്തകം എടുത്താലും. തും പുസ്തക് ലോ നീ പുസ്തകം എടുക്ക്. ആപ്പ് ഖാന ഖായിയെ താങ്കൾ ഭക്ഷണം കഴിച്ചാലും. തും ഖാന ഖാവോ നിങ്ങൾ ഭക്ഷണം കഴിക്കുവിൻ. ആപ്പ് പാഠ് ലിഖിയെ താങ്കൾ പാഠം എഴുതിയാലും. തും പാഠ് ലിഖോ നിങ്ങൾ പാഠം എഴുതൂ. ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ സ്പോക്കൺ ഹിന്ദിയായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത് ഏക ശബ്ദ ലിഖിയെ ഒറ്റ പദം എഴുതാനാണ്. ഇലാജ് കർണേ വാല ചികിത്സക്. ചികിത്സിക്കുന്ന ആളിനെ പറഞ്ഞ പേരാണ് ചികിത്സക്. മേഹനത്ത് കർണേ വാല മേഹനത്തി. അധ്വാനിക്കുന്ന ആളിനെ പറയുന്നതാണ് അധ്വാനി, മേഹനത്തി. ശാസൻ കർണേ വാല ശാസക്. ഭരിക്കുന്ന ആളാണ് ഭരണാധികാരി. ജൽമേ രഹ്നേ വാല ജലചർ. ജലത്തിൽ താമസിക്കുന്നത് ജലചർ. നാവ് ചലാനേ വാല നാവിക്. വണ്ടി പോകുന്ന ശബ്ദം കേട്ടോ. അപ്പോൾ നാവ് ചലാനേ വാല നാവിക്. വള്ളം തുഴയുന്ന ആളിനെ പറയുന്നതാണ് നാവിക്. ജോ പഠാ ലിഖാ നാഹോ. എഴുത്തും വായനയെന്ന് അറിയാത്ത ആൾക്കാരെ പറയുന്നതാണ് അൻപട്ട്. ജോ ചിത്ര ബനാത്താ ഹെ. ആരാണോ ചിത്രമുണ്ടാക്കുന്നത് ചിത്രകാർ. കപ്പടേ ധോനേ വാല. തുണി കഴുകുന്ന ആളിനെ പറയുന്നതാണ് ധോബി. ഓക്കെ. അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പം വായിച്ചത് 6 വരെയാണ്. അടുത്ത മൂന്നാമത്തെ പാർട്ട് വീഡിയോയിൽ ബാക്കിയുള്ള ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഒരുപാട് ടൈം ആയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സേവ് ആയില്ലെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ടാണ് 3 പാർട്ടാക്കിയത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ 6 പേജ് വരെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 ക്വസ്റ്റ്യൻ വരെ, റോമറ്റർ 12 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് തവണ കേട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നോട്ട് ബുക്കിൽ നന്നായിട്ട് എഴുതിയിട്ട് പഠിക്കണം. നിങ്ങൾ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റ് നല്ല നീറ്റായിരിക്കണം. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെയൊക്കെ തന്നെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഫുൾ മാർക്ക് വാങ്ങാം, റാങ്കും കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം.
എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലൊക്കെ അത് പറയുക കേട്ടോ. ഓക്കെ.